എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ സദ്യകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാങ്ങാച്ചാറാണ്. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തീർക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറാണ്. ഇനിയിപ്പോ സദ്യകളിൽ വിളമ്പാനായിട്ട് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇത് പെട്ടെന്നൊന്നും കേടായി പോകില്ല. ചില്ലു കുപ്പികളിലാക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് അച്ചാർ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്നതാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല സ്വാദാണ്. ഇനിയിപ്പോ ഈ ഒരു മാങ്ങാച്ചാർ മാത്രം മതിയാകും ഒരു പ്ലേറ്റ് നിറയെ തന്നെ ചോറുണ്ണാനായിട്ടും. എന്നെപ്പോലെ അച്ചാർ പ്രേമികൾക്ക് ഈ ഒരു വീഡിയോയും ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങാച്ചാർ നമുക്കിന്ന് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലാണ് മാങ്ങ എടുത്തിട്ടുള്ളത്. കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. മാങ്ങ അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും പൊടിയായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അച്ചാർ പൊടിയാണ്. 1.5 സ്പൂൺ അളവിൽ ചേർക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് താളിപ്പ് കൂടെ ചേർത്താൽ മാത്രം മതിയാകും. ഇനി ഒരു താളിപ്പ് നമുക്ക് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇനി കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. വറവൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഓണസദ്യയിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചാറാണ്. എല്ലാവരും ഓണസദ്യയിൽ ഇതുപോലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള അച്ചാർ പൗഡറിൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വേണം ഇതുപോലെ മാങ്ങാച്ചാർ ട്രൈ ചെയ്ത് നോക്കാനായിട്ടും. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള അച്ചാർ പൗഡർ കൊണ്ട് തന്നെയാണ് നമ്മുടെ മാങ്ങാച്ചാറിന്റെ പാചകവും നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ആവശ്യവും ഇല്ല. എങ്കിലും നല്ലൊരു സ്വാദാണ്. ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മാങ്ങാച്ചാറിന്റെ പാചകം നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു ഓണവിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ കണ്ടുമുട്ടും വരെയും വീണ്ടും കാണാം.